സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 6666 ആയത്തുകളുണ്ട് എന്ന് ഇമാം സഹബി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ആ 6666 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000ഓളം വരുന്ന ആയത്തുകൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയാനാ മാറ്റിവെച്ചത്. ഈ 1000-ൽ പരമ ആയത്തുകൾ പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ മാറ്റിവെച്ച ഈ സമയത്ത് ബാക്കിയുള്ള സമയത്ത് കൂടി അള്ളാഹുവിനെ കുറിച്ച് പറയാൻ അള്ളാഹുവിന് സമയമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ മഹ്ശറയെ കുറിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ടല്ല, സ്വർഗത്തെ കുറിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ടല്ല, നരകത്തെ കുറിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ടല്ല, ഖബറിനെ കുറിച്ച് പറയാൻ സമയമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 1000ഓളം വരുന്ന ആയത്തുകൾ അത് പ്രകൃതിയെ കുറിച്ച് പറയാൻ, പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എത്രത്തോളം ഗൗരവത്തോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുള്ളത് നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചം നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയായ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മനുഷ്യന് സുഖമായി ജീവിക്കാൻ ഉതകുന്നതായിരിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയെ പടച്ചു വച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിയെ കുറിച്ച് മറ്റുള്ള ഗ്രഹങ്ങളെക്കാൾ ഈ ലോകത്ത് കോടാനുകോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അതിനേക്കാൾ ഉപരി വളരെ സുന്ദരമായിരിക്കുന്ന രീതിയിൽ മനുഷ്യന് ജീവിക്കാൻ വളരെയധികം പ്രാപ്തമാക്കുന്ന രീതിയിലാണ് ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അല്ലാഹു ഈ ഭൂമിയെയും അതുപോലെ ആകാശങ്ങളെയും ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ട് ഒരു വ്യാഴാഴ്ച, ഒരു അസ്റിന്റെ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശത്തെ സൃഷ്ടിച്ചു, മേഘങ്ങളെ സൃഷ്ടിച്ചു, ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും. അതിൽ 4 കാലുകളുണ്ട്, 2 കാലുകളുണ്ട്, ഏകകോശജീവിയായ അമീബയെ പോലും സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം നോക്കിയാൽ കാണുന്ന ആ വൈറസുകളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ മനുഷ്യനെ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? എന്തിനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എല്ലാ രീതിയിലും മനുഷ്യന് സുഖമായി ജീവിക്കാൻ ഏറ്റവും പ്രാപ്തമായ രീതിയിലാണ് അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് ശ്രേഷ്ഠമാണ്, അതിന് ശേഷമാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആദ്യമായി കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചു, അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മുടെ ആദ്യ പിതാവായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ താമസിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഫലം കഴിക്കാൻ പാടില്ല, ഒരു കനി കഴിക്കാൻ പാടില്ല. അത് കഴിച്ചതിന്റെ പേരിൽ അവര് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക എന്നാണ്. ആ സമയത്ത് അവരോട് ചന്ദ്രനിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടില്ല, ചൊവ്വയിലേക്ക് പോയിക്കോളെന്ന് പറഞ്ഞിട്ടില്ല, മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് പോയിക്കോളെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, നിങ്ങൾക്കുള്ള എല്ലാ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലം ഭൂമിയിൽ പോയി താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നിത്യവിയോഗ ജീവിതത്തിന് വേണ്ടിയിട്ട് വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ട് ഭൂമിയുടെ ആണിക്കല്ലിനെ പോലും തകർത്ത് തരിപ്പണമാക്കി കളയുകയാണ്. പിന്നെങ്ങനെയാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകാതിരിക്കുക? പിന്നെങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കുക? അപ്പോൾ നമ്മൾ ഒറ്റ ഒരു ശാപം മാത്രമാണ്, ദുഷിച്ച കാലം. കാലത്ത് നമ്മൾ ശ്രമിച്ചു കളഞ്ഞു. നമ്മളുടെ കയ്യിലിരിപ്പ് മോശമായത് കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നാം ആലോചിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ മാലിന്യങ്ങൾ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ മാലിന്യങ്ങൾ ഇടും. അല്ലെങ്കിൽ വയ്യലിൽ തുപ്പാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ തുപ്പ വെക്കും. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഇതിനൊക്കെ കൂടി ഈ പ്രകൃതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയുമോ? എനിക്കറിയില്ല, നമ്മളൊക്കെ എല്ലാവരും വളരെ മനോഹരമായി കാണപ്പെടുന്ന നമ്മുടെ നാട് കാണിച്ചിടത്തിൽ
അങ്ങ് കേരളത്തിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, യുവാക്കൾ, ഒരു പറ്റം യുവാക്കൾ ചേർന്നുകൊണ്ട് അവിടെയുള്ള മാലിന്യങ്ങൾ